ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഓവനും ബീറ്ററും അതേപോലെ ബേക്കിംഗ് ടൂൾസും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കണത്. ഇത് ബിസ്ക്കറ്റ് കൊണ്ടാണ് ഉണ്ടാക്കണേ. അതേപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗുഡ് ഡേ, ബൗൺസി ട്രീറ്റ് ഇതൊക്കെയാണ് എടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണ ഏത് ബിസ്ക്കറ്റും എടുക്കുക. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒറിയ ആയാലും ബൗൺസ് ആയാലും ഗുഡ് ഡേ, ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഇന്ന് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പാടൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ബിസ്ക്കറ്റാണല്ലോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വേറെ പൊടികളൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് എടുക്കണേ. ഇനിയിപ്പോൾ തിളപ്പിച്ചിട്ടില്ലാത്ത പാലായാലും കുഴപ്പമില്ല, കാരണം ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ തിളപ്പിച്ചിട്ടില്ലാത്ത പാല് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് 1 ഗ്ലാസിൻ്റെ അടുത്തൊക്കെ പാൽ ആവശ്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഏത് ബിസ്ക്കറ്റാണ് എടുക്കണേ, എത്ര എണ്ണം എടുക്കുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം കട്ടിയായിട്ടുമല്ല അധികം ലൂസായിട്ടുമല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് എത്തുന്നവരെ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കേക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കണേ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കേക്ക് ടിൻ ഇല്ലെങ്കിൽ ചോറ്റുപാത്രമോ സ്റ്റീലിൻ്റെ ഏതെങ്കിലും ബൗളോ ഏതായാലും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ എല്ലായിടത്തും ആക്കി കൊടുക്കുക. വെളിച്ചെണ്ണയും ഒലീവ് ഓയിലും അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ കേക്ക് ടിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്ററിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. ലാസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേക്ക് ടിന്ന് പോലും റെഡിയാക്കി വെച്ചിട്ട് ഇത് ചെയ്യണേ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പ സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ടാണ് ചേർക്കണേ. ഇനി ബേക്കിംഗ് പൗഡർ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കുത്തി ഇളക്കാൻ പറ്റില്ല. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നാണ് പറയുക. ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കരുത്, അതേസമയം കുറേ നേരം പുറത്ത് വയ്ക്കും ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി ഇത് സൈഡിൽ നിന്നൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. പിന്നെ ഞാൻ നേരത്തെ വിനാഗിരി ഒഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് വെള്ളം ആവി കയറ്റിയിട്ടാണല്ലോ ഇത് വേവിക്കണേ. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വിനാഗിരിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആ സമയത്ത് തിളയ്ക്കാൻ വെച്ചത്. അപ്പോൾ തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ
ഈ വെള്ളം തിളപ്പിക്കുന്ന പാത്രം ഒരുപാട് വലുതും കേക്ക് ടിന് ചെറുതുമാണെങ്കിൽ ഒരു തട്ടടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കേക്ക് ടിന് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഇത് മൂടി വെക്കണം, ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്ലേറ്റ് മതി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ കേക്ക് പൊങ്ങി വരുമ്പോൾ ഈ പാത്രത്തിൽ തട്ടിയാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുക, എന്നിട്ട് ടോട്ടലായിട്ട് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇനി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് ക്ലീനായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ബാളിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഡീറ്റെയിലായി പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഒന്നുമില്ല, ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്ക് ആയാലും ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ഉരുക്കിയെടുക്കാം. നല്ല ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ 2 സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കേക്ക് ചൂടാറിയപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെയറായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുക്കുക, കത്തി ഉപയോഗിച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. കട്ടിംഗ് ടൂളൊന്നും ഇല്ലാതെ എങ്ങനെ കേക്ക് ലെയറാക്കി എടുക്കാമെന്നാണ് കാണിക്കണേ. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കുക. ഇനി ഒരു നൂല് നമ്മൾ വരഞ്ഞു കൊടുത്ത ആ ലൈനിലൂടെ കറക്റ്റായിട്ട് ഒരറ്റം വരെ കൊണ്ടുവരിക. ഇനി ഇത് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് തിരിച്ച് ഇതേപോലെ പതുക്കെ കൊണ്ടുവരിക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ലെയറായി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. കേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണേ. ഈ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. സൈഡിലും ഒക്കെ ഇതേപോലെ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണത്. ഇതേപോലെ ഈ ചോക്ലേറ്റിൽ ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തെടുക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അധികം ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയിലാണ് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതാ കേക്ക് ഫുള്ളായി ചോക്ലേറ്റിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കണേ. അപ്പോൾ ചോക്ലേറ്റൊക്കെ അതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ കേക്ക് എത്രത്തോളം തണുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ചോക്ലേറ്റ് കേക്ക് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതേപോലെ ബേക്കിംഗ് ടൂൾസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല സോഫ്റ്റും ആണ്.
ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.